നെവിൻ മണി ടാസ്ക് കളിച്ചും പൈസ നേടി. അതിനോടൊപ്പം തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പൈസയുടെ ഷെയറും കൂടെ നെവിന് കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം കോൾ അടിച്ചിരിക്കുന്നത് നെവിനാണ്. എങ്ങനെയാണെന്നല്ലേ, ആദ്യം തന്നെ നെവിൻ്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞായിരുന്നു ഒരു ഓഫറുണ്ട് നെവിന്, അതായത് മണി ടാസ്ക് കളിക്കാൻ. അപ്പോൾ കാറിൻ്റെ ഗെയിമാണ് നെവിൻ ചൂസ് ചെയ്തത്. ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞു വികാരമല്ല വിവേകമാണ് വേണ്ടതെന്ന്. അപ്പം നെവിന് റിസ്ക് എടുക്കാൻ കുഴപ്പമില്ല. അപ്പം ലാലേട്ടൻ പറഞ്ഞാൽ ഒരു വട്ടം റിസ്ക് എടുത്ത് നീ പുറത്ത് പോയതല്ലേ. അപ്പം നെവിൻ പറഞ്ഞു എൻ്റെ പൊന്നു ലാലേട്ടാ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്ന്. എന്തായാലും നെവിൻ പോകുന്ന വഴിക്ക്, അതായത് ആ ടാസ്ക് കളിക്കാൻ പോകുന്ന വഴിക്ക് നമ്മുടെ പില്ലോടെ ആ കേസും കൂടി ഉരുക്കൊണ്ടാണ് പോയത്, പൈസ വാരിക്കൊണ്ട് വരാൻ. എന്തായാലും ബിഗ് ബോസ് 10,000 രൂപയുടെ 10 കെട്ടുകൾ, അതായത് 1,00,000 രൂപയാണ് കാറിൽ വെച്ചിരിക്കുന്നത്. 1 മിനിറ്റാണ് സമയം കൊടുത്തിരിക്കുന്നത്. നെവിൻ ഇറങ്ങിപ്പോയിട്ട് കാറിൻ്റെ അകത്ത് ചെന്നിട്ട് നെവിന് പറ്റുന്ന അത്ര രീതിയിൽ നെവിൻ പൈസ കളക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം 5 നോട്ട് നെവിൻ കളക്ട് ചെയ്തിട്ടുണ്ട്, അതായത് 5 കെട്ട്. 50,000 റുപ്പീസാണ് നെവിൻ കളക്ട് ചെയ്യുന്നത്. തിരിച്ച് കയറി വന്നു. ലാലേട്ടൻ ചോദിക്കുകയാണ് എത്രയാണ് മോനെ കിട്ടിയത്? 50. അയ്യോ 50 കിട്ടിയുള്ളോ? എനിക്കത് മതി ലാലേട്ടാ, അത് 50,000 രൂപ ഉണ്ടെങ്കിൽ എത്ര ബജി മേടിച്ച് കഴിക്കാം. നെവിൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ശരിക്കും നെവിൻ ഈ ബജി കഴിക്കാനൊന്നും അല്ല കേട്ടോ. നെവിൻ എന്തൊക്കെയോ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ആളാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നീ കുറച്ചും കൂടെ ട്രൈ ചെയ്തുകൂടായിരുന്നോ? ഓ ലാലേട്ടാ എനിക്ക് ഇത് മതി, ഇത് തന്നെ ധാരാളം എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. അതിനുശേഷം നെവിന് പൈസ കൊടുക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ അനീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു എനിക്ക് 16,000 രൂപ കിട്ടിയത്, ഞാൻ അതിനകത്തുനിന്ന് 6,000 രൂപ നിനക്ക് തരാം. നെവിന് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ഷാനവാസിക്ക് പറഞ്ഞു എനിക്ക് 14,000 സംതിങ് ആണ്, അതിൽ 10,000 ഞാൻ എടുത്തിട്ട് ബാക്കി 4,000 സംതിങ് നിനക്ക് തരാം. 100 ഓഫർ ചെയ്തത് ഏകദേശം 50,000 രൂപയാണ് നൂറയുടെ എമൗണ്ടിൽ നിന്ന്. അത് ഓൾറെഡി 100 കൊടുക്കാമെന്ന് പറഞ്ഞു. 50,000 കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ വരെ കണ്ണ് തള്ളി ഇങ്ങനെ അയ്യോ എന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അനുമോൾ പറഞ്ഞു എനിക്ക് ആകെ 1,40,000 കിട്ടിയത്, അത് തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതിനകത്തുനിന്ന് നിനക്ക് എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കി ചോദിക്കുന്നുണ്ട്. കാരണം അനുമോൾക്ക് അത് കൊടുക്കാൻ താല്പര്യമില്ല, ഓൾറെഡി അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ അതിനകത്തുനിന്നും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമം തോന്നിക്കുന്ന കാര്യമല്ലേ. അപ്പം നെവിൻ കയ്യിലിരുന്ന ബണ്ടിൽ കാണിച്ചിട്ട് പറയണം നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു ബണ്ടിൽ എടുക്ക്. അപ്പം നമ്മുടെ അനുമോൾ ഒരു ബണ്ടിൽ എടുത്തു. അപ്പോൾ അത് 10,000 രൂപയാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞു ഓക്കെ ആ 10,000 രൂപ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് അനുമോൾ ഇരുന്നു. അതിനുശേഷം നേരെ പോയത് അക്ബറിൻ്റെ അടുത്തോട്ടാണ്. അക്ബർ പറയാണ് ഞാൻ ഈ ഒരു ഫിനാലെ വിൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് കളിച്ച് കിട്ടിയ അത്രയും എമൗണ്ട് അവന് 3 ഇരട്ടിയായിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നെവിൻ പറയണ എനിക്ക് ഓൾറെഡി ഒരു ചെക്ക് കിട്ടിയത് ഞാൻ നിനക്ക് തന്നു, ഒരു 15,000 അതെനിക്ക് വേണം, കൂടാതെ ഇപ്പം നീ എനിക്ക് എന്ത് തരുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അക്ബറിന് മനസ്സില്ല കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നെവിൻ 50,000 കിട്ടി, പിന്നെ പറയുന്നൊക്കെ കുറേ പൈസ കിട്ടി. അപ്പോൾ അക്ബർ പറയണം ഓക്കെ 40,000-ൽ കുറയാതെ എന്തായാലും ഞാൻ നിനക്ക് തരാം എന്ന് അക്ബറും പറയുന്നുണ്ട്. അവസാനം സാബുമാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സാബുമാൻ പറയണം ലാലേട്ടാ എനിക്ക് വളരെ കുറച്ച് എമൗണ്ട്, ഇത് വെരി ലെസ് എമൗണ്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ അതിനകത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് സാബുമാനും കൂടെ കുറച്ച് പൈസ കൊടുക്കാം കേട്ടോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നെവിനും തീരെ കൊടുക്കാൻ താല്പര്യമില്ല. നെവിൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ എങ്കിൽ ശരി ഞാനൊരു 15,000 രൂപ സാബുമാൻ ഇതിനകത്തുനിന്ന് കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ ശരിക്കും ഗോൾ അടിച്ചിരിക്കുന്നത് നെവിനാണ്. എല്ലാവരും കളിച്ച് കഷ്ടപ്പെട്ട് ജയിച്ച പൈസയാണ്. ഇതിപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് മെയിൽ അയക്കുന്നുണ്ടായിരിക്കും ഓക്കെ നെവിൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ ഒരു കളിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. അതിനൊരു ടാസ്ക് കൊടുത്തു. ആ ടാസ്കിന് പുറമെ അവിടെ ഇരിക്കുന്നവർ കഷ്ടപ്പെട്ട് നേടിയ പൈസയ്ക്കകത്തുനിന്ന് നീ പിച്ചച്ചട്ടി വരുന്ന പോലെ കൈയിട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഏഷ്യാനെറ്റിന് വല്ലതും കൊടുക്കണമെങ്കിൽ അവർ കൊടുത്തൂടെ? ഓൾറെഡി വിന്നറിൻ്റെ കാശിനകത്തുനിന്നാണ് അവർ കൈയിട്ട് വാരിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന് കിട്ടിയ പൈസയ്ക്കകത്തൊന്നും പിന്നെ എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അനുമോൾക്കാണെങ്കിൽ ഒട്ടും മനസ്സില്ല, കാരണം അവർ കഷ്ടപ്പെട്ടെടുത്ത പൈസയല്ലേ, നെവിനും അതേപോലെ കഷ്ടപ്പെട്ടെടുത്തു. ഇതിപ്പം അവർക്കൊക്കെ ഇപ്പം നെവിനെക്കാട്ടും കുറവ് പൈസയാണ് കിട്ടിയിരിക്കുന്നത്. ആ സാബുമാനായിക്കോട്ടെ, ഷാനവാസിനായിക്കോട്ടെ, നമ്മുടെ അനീഷിനായിക്കോട്ടെ, ആദിലയ്ക്കായിക്കോട്ടെ, അനുമോൾക്കായിക്കോട്ടെ, അവർക്കൊക്കെ ഇപ്പം നെവിനെക്കാട്ടും കുറവ് പൈസയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലും ഭേദം നെവിനെ അങ്ങ് കളിപ്പിച്ചാൽ പോരായിരുന്നു. ഇത് അവർ നെവിനോട്ട് കളിപ്പിച്ചുമില്ല, കിട്ടിയവരുടെ പൈസയ്ക്കകത്തൊന്ന് മേടിച്ച് നെവിനും കൊടുത്തു. കാരണം ഏഷ്യാനെറ്റിന് എങ്ങനെയെങ്കിലും അവരുടെ മുഖം രക്ഷിക്കണ്ടേ, അതിനുവേണ്ടിയിട്ടാണ് അവർ ഈ പണി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.